ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ഈ മധുരത്തിന് നമുക്ക് വേണ്ടിയിട്ടുള്ളത് മൂന്ന് കാര്യങ്ങൾ മാത്രം. നമുക്ക് തേങ്ങ വേണം, പാല് വേണം, പഞ്ചസാര വേണം. ഇത്രയും 3 കാര്യങ്ങൾ വെച്ചിട്ട് നല്ലൊരു അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ട് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു മധുര പലഹാരമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അടുപ്പിൽ വെച്ചിട്ടില്ല കേട്ടോ ഈ ചട്ടി. ഇപ്പോൾ ആദ്യമേ തന്നെ അടുപ്പിൽ വെക്കരുത്. നമുക്കിതിനകത്ത് 2 കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അതിന് ശേഷമാണ് നമ്മളിത് അടുപ്പിൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഏത് ചട്ടിയാണോ അടുപ്പിൽ വെക്കാൻ പോകുന്നത് അതൊന്ന് മാറ്റി കൗണ്ടർ ടോപ്പിൽ വെക്കുക. ഇനി അതിനകത്തോട്ട് നമുക്ക് 2 കപ്പോളമുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് പേര് കേട്ടിട്ട് പേടിക്കോ ഞെട്ടോ ഒന്നും വേണ്ട. ഇത് വലിയ സംഭവമൊന്നുമല്ല. ഇത് പാക്കറ്റായിട്ട് മേടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇനി അതല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കപ്പോളം വരുന്ന തേങ്ങ ഒന്ന് ചെരുക്കി എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. തേങ്ങയുടെ ആ ഒരു വെള്ള ഭാഗം മാത്രം പെടുന്ന രീതിയിലുള്ള, അതായത് ആ പുറം ഭാഗം മാത്രം നമുക്ക് ഒന്ന് ചെരുക്കി എടുക്കണം. എന്നിട്ട് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. അങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്ന തേങ്ങേനെ പറയുന്ന പേരാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഏത് കപ്പിലാണോ ഈ ഒരു തേങ്ങ അളന്നെടുത്തത് അതേ കപ്പിൽ 1 കപ്പോളമുള്ള പാല്, ഇത് തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ടുള്ള പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ ഇങ്ങനത്തെ ഈ ഒരു മധുരത്തിൻ്റെ റെസിപ്പിക്ക് നമ്മൾ ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെയാണ്. എന്നാൽ ഇത് രണ്ടും ചേർക്കുക, അല്ലെങ്കിൽ ഈ ഒരു മിൽക്ക് മെയ്ഡോ കണ്ടൻസ്ഡ് മിൽക്കോ ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പെട്ടെന്ന് തന്നെ വിരുന്നാരൊക്കെ വരുവാണെങ്കിൽ ഒരു 10 മിനിറ്റിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഈ ഒരു പാലും ഈ തേങ്ങയും കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. അതിനായിട്ടൊരു സ്പാച്ചിലയോ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങ എല്ലാം പാലൊക്കെ ഇങ്ങനെ കുടിച്ച് ഒന്ന് നനഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് അടുപ്പിലൊന്ന് വെക്കണം. ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്യുക. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 മിനിറ്റ് മുതൽ 4 മിനിറ്റ് വരെ സമയം എടുത്തിട്ട് ഈ ഒരു പാലൊക്കെ ഒന്ന് വറ്റി ഈ തേങ്ങയിലൊക്കെ നന്നായി പിടിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്തിനാണ് നമ്മൾ 4 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു 4 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ അത്യാവശ്യം ഒത്തിരി അങ്ങ് കരിച്ചോ അല്ലെങ്കിൽ നിറം മാറേണ്ട ഒരു അവസ്ഥയിലേക്കൊന്നും എത്തിക്കരുത്. അതിന് മുൻപേ തന്നെ ഇതിനകത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമുക്ക് ചേർക്കുന്ന പഞ്ചസാര പൊടിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ നമുക്ക് എളുപ്പമുണ്ട്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നമുക്കിത് ഒരു പേടയോ അല്ലെങ്കിൽ ഒരു ലഡുവായിട്ട് നമുക്ക് പിടിക്കാവുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലെത്തും. അതല്ല നമ്മൾ ഒരു തരിതരികളോട് കൂടിയുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ ഇച്ചിരി സമയമെടുക്കും, ചിലപ്പോൾ നിറവും മാറും. കാരണം നമ്മളിത് വെളുത്ത തേങ്ങയല്ലേ, നല്ല വെള്ള കളറിലല്ലേ തേങ്ങ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി കാരമലൈസ്ഡ് ഒക്കെ ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് ആവാനും വേണ്ടിയിട്ടാണ് ഞാൻ 1/2 കപ്പോളമുള്ള പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പഞ്ചസാര ചേർക്കുന്ന സമയത്ത് ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി കൂടെ ഒരു നനവൊക്കെ കൂടുതൽ വരും. അത് പഞ്ചസാര കലിയുന്നത് കൊണ്ടാണത്. അതിനുശേഷം ഇതൊന്ന് തിക്കാവാൻ തുടങ്ങും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ പഞ്ചസാരയൊക്കെ ഇങ്ങനെ കണ്ടോ ഈ ഒരു അവസ്ഥയിലോട്ട് തിക്കാവാനൊക്കെ തുടങ്ങും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചെറുതായിട്ട് കശുവണ്ടിയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ നട്ട്സ് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഇത് തികച്ചും ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു 5 or 6 കശുവണ്ടി എടുത്തിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ തന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റി പേടയുടെ പോലെ ആ ഒരു ഷേപ്പിലോ അല്ലെങ്കിൽ ഉരുളകളായിട്ട് ലഡുവിൻ്റെ ഷേപ്പിലൊക്കെ മാറ്റിയെടുക്കാം. പക്ഷെ ഞാനിന്ന് അല്പം കളർ ചേർക്കുന്നുണ്ട്. ഞാനൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് ചാലിച്ചിട്ടാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ നമുക്ക് ഇത്രയും ഒരു മഞ്ഞ കിട്ടത്തില്ല. അപ്പോൾ ഫുഡ് കളർ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഫുഡ് കളർ ശരിക്കും പറഞ്ഞാൽ മേടിക്കുന്നത്. അതിവിടെ വളരെ നാച്ചുറലാണ്, 100% നാച്ചുറലാണെന്നൊക്കെ പറഞ്ഞിട്ടും എൻ്റെ ഫ്രണ്ട്സൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുമാണ് ഞാനത് മേടിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. കാരണം അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൺവിൻസിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. വലിയ ദോഷങ്ങളായിട്ടുള്ള കാര്യങ്ങളൊന്നും കണ്ടില്ല ഞാൻ അതിനകത്ത്. അതുപോലെ തന്നെ നമ്മളിതൊരു ലഡുവാക്കി പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പേടയൊക്കെ ആയിട്ട് കയ്യിൽ പിടിക്കുമ്പോൾ ഒട്ടും തന്നെ നമ്മുടെ കയ്യിൽ നിറം ഒന്ന് പറ്റി പിടിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടെയാണ് സജസ്റ്റ്
ഡൈജഷൻ നന്നായി വന്നതുകൊണ്ടാണ് ഞാനത് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട, ഉപയോഗിക്കേണ്ട, അത് വെളുത്ത കളറിൽ ഇരിക്കും എന്ന് മാത്രം. അപ്പോൾ അതാ ഞാൻ ഒന്നും കൂടെ 1 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊരു ചെറു ചൂടോടുകൂടെ വേണം നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട് കേട്ടോ. അത് ഒത്തിരി അങ്ങ് തണുക്കാൻ വെയിറ്റ് ചെയ്യേണ്ട, അന്നേരം ഇച്ചിരി ഹാർഡായിട്ട് മാറും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കയ്യിൽ നിന്ന് തൊട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് കയ്യിൽ പിടിക്കാവുന്ന തരത്തിലുള്ള ചൂടേ ആയിട്ടുള്ളൂ. ഇനി അപ്പോൾ നമുക്കിനി ഉരുട്ടിയെടുക്കാം, അല്ലെങ്കിൽ ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് ഇഷ്ടം അതേ ഷേപ്പിലെടുക്കാം. അപ്പോൾ അതിന് മുൻപ് കയ്യിൽ അല്പം നെയ്യോ എണ്ണയോ ഒന്ന് തടവി കൊടുക്കുക, ഇച്ചിരി കൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നോക്കിക്കേ, ഞാൻ ഈ ഒരു പേടയുടെ ഷേപ്പിലാണ്. സാധാരണ നമുക്ക് ലഡു ഒക്കെ ഉണ്ടാക്കാനാണ് ഇച്ചിരി കൂടെ നല്ലത്. പക്ഷെ ഞാൻ ഇന്ന് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് കുഞ്ഞുങ്ങളോട് അത് പേടയാണ് ലഡു ആണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് അത് വലിയൊരു ഇതാണോ എന്നൊക്കെ ചോദിക്കും. കാരണം ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ഓർത്ത് ഇതിന് വേറൊരു മധുരം എന്ന് പറഞ്ഞ് പേടിയോ അല്ല ലഡു അല്ലാത്തൊരവസ്ഥയിലും ആ ഒരു ഷേപ്പിലുമാണ് ഞാനിപ്പോഴും എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ നടുക്കൽ ചെറിയും അതുപോലെ കുറച്ചും കൂടെ ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് മേലെ കൊന്നിട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ കാണിക്കാം ഞാൻ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മധുരം ഇവിടെ റെഡിയാണ്. ഈ ഒരു ഷേപ്പിൽ ഞാൻ എടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു വിരലിൽ വെച്ചിട്ട് നടുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുന്നുണ്ട്, സാധാരണ നമ്മൾ പേടയ്ക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ. എന്നിട്ട് ഞാൻ ചെറിയാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി പിസ്ത ഉണ്ടെന്നുണ്ടെങ്കിൽ പിസ്തയോ ബദാമോ ഇഷ്ടമുള്ള ഡ്രൈ നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും വേണ്ട, ലഡുവിൻ്റെ ഷേപ്പിലാണ് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ചെറിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തത് അല്പം ഡെസിക്കേറ്റഡ് കൊക്കനട്ടാണ് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് ചെറുതായിട്ട് ഇതിൻ്റെ മേലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഡെക്കറേഷൻസിന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ, ഇതൊന്നും ചെയ്യണമെന്നില്ല. നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇത് അല്ലാതെ തന്നെ കഴിക്കാനായിട്ട് നല്ല സ്വാദാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെറും 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് മുൻപ് ഇതെങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണണ്ടേ, എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇത് വളരെ സോഫ്റ്റ് ആണ്. ഒന്ന് തൊടുമ്പോഴത്തേക്കും ഇതങ്ങ് എന്താ പറയുക, ഊർന്ന് നമ്മുടെ കയ്യിലോട്ട് അല്ലെങ്കിൽ വായിലോട്ടൊക്കെ ഇറങ്ങി പോകുന്ന തരത്തിലുള്ള അത്രയും സോഫ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഇത്രയും സോഫ്റ്റ് വേണ്ട, കുറച്ചൊന്ന് കട്ടിയായിട്ടിരിക്കുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്ത് ഒരു 10 മിനിറ്റ് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്പം ഹാർഡായിട്ടിരിക്കും. ഒത്തിരി ഹാർഡൊന്നും ആവില്ല എങ്കിൽ പോലും അപ്പോഴും സോഫ്റ്റ് തന്നെയാണ്. പക്ഷേ ഇതിനേക്കാളും കുറച്ചും കൂടെ ഹാർഡായിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് അറിയിക്കണം കേട്ടോ കമൻസിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.